ഈ ജീവിതത്തിൽ എനിക്ക് എന്തെല്ലാമാണ് ആവേണ്ടത് എന്നൊന്ന് സ്വയം ചോദിക്കുകയാണെങ്കിൽ വളരെ ക്ലിയറായ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് മുന്നിൽ വരും. എനിക്കും എൻ്റെ കുടുംബത്തിനും എന്തെല്ലാമാണ് വേണ്ടത് എന്നതിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് വളരെ ക്ലിയറായി അറിയാം. എനിക്ക് സന്തോഷം വേണം, എനിക്ക് മനസ്സമാധാനം വേണം, എനിക്ക് വിൽ പവർ വേണം, എനിക്ക് ഭയത്തെ ഇല്ലാതാക്കണം, ദേഷ്യം എങ്സൈറ്റിയൊക്കെ ഇല്ലാതാക്കണം, എനിക്ക് എല്ലാവരുടെയും പ്രതീക്ഷകളെ പൂർത്തീകരിക്കണം, എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളെയൊക്കെ എങ്ങനെ നിറവേറ്റാനാവും, എൻ്റെ ശരീരത്തെ എങ്ങനെ ഹെൽത്തി ആക്കി വയ്ക്കാനാവും, എങ്ങനെ ഫോക്കസ്ഡ് ആവാം, കുട്ടികളിലെ കോൺസെൻട്രേഷൻ എങ്ങനെ ഉയർത്താം, കുട്ടികൾക്ക് പഠനത്തിൽ എങ്ങനെ ഉയർന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാനാവും, എനിക്ക് എൻ്റെ വർക്കിൽ എങ്ങനെ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാനാവും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളുടെ ഒരു നീണ്ട നിര നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിനായി പ്രയത്നിക്കുക കൂടി വേണം. ഞാനൊരു എഫേർട്ട് ഇടുമ്പോൾ അപ്പോൾ മാത്രമേ എൻ്റെ ആഗ്രഹം യാഥാർത്ഥ്യമായി മാറുന്നുള്ളൂ. നമ്മൾ ഓരോരുത്തരും സ്വന്തം ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കാനായി വളരെയധികം പരിശ്രമിക്കാറുണ്ട്. എന്നാൽ കൂടുതൽ കാര്യങ്ങളിലും നമ്മുടെ പരിശ്രമങ്ങൾ പുറമേ മാത്രമായി ഒതുങ്ങുന്നു. പുറമേ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലും പുറമേയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിലും എളുപ്പത്തിലുമായി മാറണമെങ്കിൽ നമ്മൾ മനസ്സിലും കുറച്ച് ശ്രദ്ധ നൽകണം. നമുക്ക് ആവശ്യമുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ശൈലിയിലും ഫീൽ ചെയ്യുന്ന രീതിയിലും അറ്റൻഷൻ വയ്ക്കാൻ തുടങ്ങണം. എനിക്ക് ശാന്തി വേണം, എനിക്ക് സന്തോഷം വേണം, എനിക്ക് കോൺഫിഡൻ്റായി ഇരിക്കണം, എനിക്ക് ഭയമില്ലാതെ ഇരിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അതെല്ലാം നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള പറച്ചിലുകൾ മാത്രമായി ചുരുങ്ങുന്നു. ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം ഒരിക്കലും ഇവ സത്യമായി മാറുന്നില്ല. നമ്മുടെ ചിന്തകളെ പരിപൂർണമായി ശ്രദ്ധിക്കണം. നമ്മൾ ശരിയായി ചിന്തിക്കുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്ക് നമ്മുടെ സങ്കല്പങ്ങളുടെ ശക്തിയെക്കുറിച്ച് അറിയാം. നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുമുണ്ട്. തോട്ട്സ് മാനിഫെസ്റ്റ്സ്, തോട്ട്സ് ബിക്കം അവർ റിയാലിറ്റി. ഇത് നമ്മൾ ഇടയ്ക്ക് എപ്പോഴൊക്കെയോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഇനി നമുക്കിത് എല്ലായ്പ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും, നമുക്ക് ആവശ്യമുള്ള ഓരോന്നിലും നമുക്കിത് അനുഭവം ചെയ്യാനാവും. അങ്ങനെ ഇതിനെ നമ്മുടെ ഒരു സ്വാഭാവികമായ സ്ഥിതിയായി മാറ്റിയെടുക്കാനും നമുക്ക് കഴിയും. വിച്ച് മീൻസ് വി ക്യാൻ ക്രിയേറ്റ് മിറാക്കിൾസ് എവ്രി ഡേ, ഓൾ ദ ടൈം. അത്ഭുതങ്ങൾ നമുക്ക് സാധാരണമായ ഒരു കാര്യമായി മാറും. അത്ഭുതം അഥവാ മിറാക്കൽ എന്നാൽ എന്താണ്? നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യത്തെ യാഥാർത്ഥ്യമാക്കി മാറ്റാനായി നമ്മൾ സ്വന്തം മനസ്സിൻ്റെ ശക്തികളെ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിനെയാണ് അത്ഭുതം അല്ലെങ്കിൽ മിറാക്കൽ എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകളാണ് സത്യമായി മാറുന്നത്. ഹിന്ദിയിൽ സങ്കൽപ് സെ സിദ്ധി എന്ന് പറയാറുണ്ട്. ഇതൊരു സ്പിരിച്വൽ ലോ ആണ്. സങ്കല്പം എന്നാൽ ചിന്തകൾ, സിദ്ധി എന്നാൽ മാനിഫെസ്റ്റേഷൻ അഥവാ സാക്ഷാത്കരിക്കുക. എൻ്റെ ചിന്തകൾ യാഥാർത്ഥ്യമായി മാറും, സാക്ഷാത്കരിക്കും എന്ന നിയമം എനിക്കറിയുമെങ്കിൽ പിന്നെ എനിക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്ക് തന്നെ സത്യമാക്കി മാറ്റാൻ കഴിയും, അല്ലേ? ഇതിനു വേണ്ടിയാണ് നമ്മൾ എഫർമേഷൻസിൻ്റെയും വിഷ്വലൈസേഷൻസിൻ്റെയും ശക്തികൾ ഉപയോഗിക്കുന്നത്. എഫർമേഷൻസ് എന്നാൽ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുന്നു, ആ ചിന്തയിൽ തന്നെ ഉറച്ചു നിന്ന് നമ്മൾ ആവർത്തിച്ചാവർത്തിച്ച് അത് തന്നെ ചിന്തിക്കുന്നു. ദിവസത്തിൽ പലതവണ ആ ചിന്തയെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ അത് നമ്മുടെ പ്രിഡോമിനൻ്റ് തോട്ട് അഥവാ ഉറച്ച ചിന്തയായി മാറുന്നു. എന്താണോ നമ്മുടെ ഉറച്ച ചിന്തയായി മാറുന്നത് അത് യാഥാർത്ഥ്യമായി ഭവിക്കുന്നു. ഞാൻ സ്ട്രെസ്ഡ് ആണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കരുതുക. ഇതും ഒരു എഫർമേഷനാണ്.
അതുകൊണ്ട് തന്നെ അതൊരു റിയാലിറ്റിയായി മാറുകയും ചെയ്യുന്നു. പലപ്പോഴും ഞാൻ വളരെ ബിസിയാണ്, ഞാൻ വളരെ ഡിപ്രസ്ഡ് ആണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതെല്ലാം നെഗറ്റീവ് എഫർമേഷൻസ് ആണ്. ഇതൊന്നും തന്നെ ശരിയായ ചിന്തകളല്ല. കാരണം ഇതിലൂടെയൊക്കെ നമ്മൾ നമുക്ക് എന്താണോ ജീവിതത്തിൽ ആവശ്യമില്ലാത്തത് അവയെയാണ് യാഥാർത്ഥ്യമാക്കുന്നത്. വെറുതെ ഇങ്ങനെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നതിലൂടെ തന്നെ നമ്മൾ അങ്ങനെയായി തീരുന്നു.